ഹായ് എവരിവൺ, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്ന എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് ഓരോ തമ്മിത്തല്ലും കാര്യങ്ങളും ഒക്കെ. ശരിക്കും അങ്ങനെ ഒരു കാലത്താണ് നമ്മളിപ്പം ഞാനും നിങ്ങളും എല്ലാവരും ഉള്ളത്. ഈ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിത്തല്ലി ചാവുന്ന കുറെ കൂട്ടം ആൾക്കാരുടെ ഇടയിൽ ദ റിയൽ കേരള സ്റ്റോറി. എന്താണ് റിയൽ കേരള സ്റ്റോറി? നമ്മുടെ അൻസാരി സൂരി ഉസ്താദും അതുപോലെ തന്നെ കൃഷ്ണേട്ടനും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ദ റിയൽ കേരള സ്റ്റോറി. അതായത് ഈ അൻസാരി സൂരി ഉസ്താദ് കഷ്ടപ്പെട്ട് ഒരു ഹൈന്ദവ കുടുംബത്തെ സഹായിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം, അതുപോലെ തന്നെ കൃഷ്ണേട്ടൻ മുഹമ്മദിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഈ രണ്ട് വീഡിയോ ക്ലിപ്പാണ് ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാൻ പോകുന്നത്. അതായത് ഞാൻ ഈ രണ്ട് വീഡിയോ ഇവിടെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിത്തല്ലി ചാകുന്ന കുറെ കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ ജാതി എന്ന് പറയുന്ന ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇതെല്ലാം ഒന്നാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാത്ത കാലഘട്ടമാണല്ലോ ഇതൊന്നും ഓർത്തിട്ട് ലജ്ജ തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, കൂടിപ്പോയ എത്ര കാലം നമ്മൾ ജീവിക്കാനാണ്? നമുക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഈ ഒരു വീഡിയോ എടുത്ത് അവസാനിപ്പിക്കുമെന്ന് തന്നെ എനിക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ ഇടയിൽ ഈ ജാതി നല്ല ഉള്ള കാലം സന്തോഷിച്ച് എല്ലാവരും ഒരു ചോരയാണ്, ഒരേ രക്തം, ഒരേ കളറ് എല്ലാമാണ്. അപ്പൊ നമ്മൾ മനുഷ്യന്മാരാണ്. അങ്ങനെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ എല്ലാവരെയും സ്നേഹിച്ചും സന്തോഷത്തോടു കൂടിയും നല്ല പോലെ കഴിഞ്ഞ എന്ത് രസമായിരിക്കും നമ്മുടെ ഈ ലോകം തന്നെ കാണാനായിട്ട്. അപ്പൊ നല്ല ഈ തമ്മിത്തല്ലും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ കുറച്ച് ജീവിതമാണുള്ളത്. ആ സമയം ഈ തമ്മിത്തല്ലാൻ പോകാതെ സന്തോഷിച്ച സമാധാനത്തോടു കൂടി ജീവിക്കാൻ വയ്യ. നമ്മൾ എന്തായാലും മരിച്ചു പോകേണ്ട മനുഷ്യരാണ്. പിന്നെ എന്തിനാണ് ഇതിന്റെ ഇടയ്ക്ക് ഈ വർഗീയത കൊണ്ടുവരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ് എന്ന് വിചാരിക്കുക. ഒരു മതവും ഒരു ജാതിയും ഒരു ദൈവവും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതാണ് മനുഷ്യ ദൈവം. ഒരു കൂട്ടം ആൾക്കാർ ഈ ഓരോ ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ, ഈ പിന്നെ പെരുന്നാളാണെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് ആഘോഷിക്കാൻ പറ്റത്തില്ല, ഈ ഓണം ആണെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് ആഘോഷിക്കാൻ പറ്റില്ല, ക്രിസ്മസ് ആണെങ്കിൽ ബാക്കി ജാതിക്കാർക്ക് ആഘോഷിക്കാൻ പറ്റില്ല. എന്തിനാണ് അങ്ങനെയൊക്കെ? എല്ലാവരും ഒരുമിച്ച് ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും വർഷത്തിൽ ഒരിക്കലും ഓരോരുത്തർക്കും വരെ കിട്ടുന്ന ഓരോ സന്തോഷമായിട്ടുള്ള ഓരോ ദിവസങ്ങളാണ്. അതൊക്കെ അടിച്ചു പൊളിച്ച് നമ്മൾ എല്ലാവരും കൂടി ആഘോഷിച്ച് എന്ത് സമാധാനത്തോടുള്ള ലൈഫായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ എല്ലാവരും ചിന്തിക്കുവാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തല്ലി ചാവുന്ന ഓരോരോ വാർത്തകളുമായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അതിന്റെ ഇടക്ക് ഓരോ ലഹരികളും ഒളിച്ചോട്ട കേസുകളും എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ ലോകത്ത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് റിയൽ കേരള സ്റ്റോറി? നമുക്ക് എന്തായാലും ഒന്നൊന്നായിട്ട് കാണാം. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം നമ്മുടെ കൃഷ്ണേട്ടൻ ചെയ്ത ആ നല്ലൊരു പ്രവൃത്തി കണ്ടിട്ട് വരാം. കാസർകോട്ടെ ഒരു സൗഹൃദത്തിന്റെ കഥയിലേക്കാണ്. സുഹൃത്തിന്റെ മരണശേഷവും ദിവസവും ഖബറിടത്തിലെത്തി സൗഹൃദം പുതുക്കുകയാണ് പെർവാട് സ്വദേശി കൃഷ്ണൻ. ജാതിമത ഭേദമന്യേ വർഷങ്ങളോളം നീണ്ട സൗഹൃദം. സുഹൃത്തായ മഹമ്മൂദ് മരിച്ച് 2.5 വർഷം പിന്നിടുമ്പോഴും കൃഷ്ണന് കൈവിടാൻ കഴിയുന്നില്ല. ഇന്നലെ സൗഹൃദ ദിനത്തിലും മൊഗ്രാൽ കൊപ്പളം ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ അവരിരുവരും കണ്ടുമുട്ടി. മൊഗ്രാൽ സ്വദേശി മഹമ്മൂദ് മരിച്ചിട്ട് 2.5 വർഷം പിന്നിടുന്നു. എന്നാലും ഒരു ദിവസം പോലും മഹമ്മൂദിനെ പിരിഞ്ഞിരിക്കാൻ പെർവാട് സ്വദേശിയായ കൃഷ്ണന് കഴിയുന്നില്ല. എന്നും രാവിലെ കൂട്ടുകാരനെ തേടി കൃഷ്ണനെത്തും. ഇതാണ് മലയാളികള്, ഇതാണ് കേരളം. നിങ്ങളൊന്ന് കണ്ടുനോക്കൂ. ആരാണ് മഹമ്മൂദ് എന്ന ചോദ്യത്തിന് ചങ്കെന്നാണ് കൃഷ്ണന്റെ ഉള്ളുലയ്ക്കുന്ന മറുപടി. വസ്ത്രവ്യാപാരിയായ മഹമ്മൂദിന്റെ വേർപാട് ഒരാഴ്ചയോളം ഭക്ഷണം പോലും ഉപേക്ഷിച്ച കൃഷ്ണൻ കരഞ്ഞു തീർത്തിട്ടുണ്ട്. ഒരുമിച്ചുള്ള ദിനങ്ങൾ ഓർത്തെടുക്കുമ്പോൾ കൃഷ്ണന് വാക്കുകൾ ഇടറും. ഞങ്ങൾ ഒരുമിച്ചിട്ട് എവിടെ പോകുമ്പോഴും എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഒന്നിച്ചിട്ട് ഉച്ചക്ക് വിളിക്കും, വൈകുന്നേരം വിളിക്കും, രാത്രി കൂടി ഞാൻ അവൻ്റെ കടക്ക് പോയിട്ട് രാത്രി എന്നെ വിളിക്കും ഞാൻ അവനെ. അപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ അതൊന്ന് കഴിച്ച് തന്നെ അയക്കും. അപ്പോ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയാണെന്നാണ് എനിക്കിത് കണ്ടപ്പോ തോന്നിയത്. കാര്യം എന്താന്ന് വെച്ചാൽ, പുള്ളിക്കാരന്റെ ക്യാരക്ടർ പോലെ എല്ലാവർക്കും വന്ന് എന്ത് അടിപൊളിയായിരിക്കും. എന്തായാലും കൃഷ്ണേട്ടന് ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കിനി എന്തായാലും അൻസാരി ഉസ്താദിന്റെ വിഷയത്തിലേക്ക് കടക്കാം. അൻസാരി സൂരി ഉസ്താദ് ഒരു പാവപ്പെട്ട ഹൈന്ദവ കുടുംബത്തെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഒരു ചാണകസംഖ്യ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്, നമ്മളെയൊക്കെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട്. അതാണ് കാരണം. നരേന്ദ്രമോദിയെ കൊല്ലണം. ആ കൊല്ലേണ്ട സമയം കേൾക്കണോ നിങ്ങൾക്ക്? വെള്ളിയാഴ്ച ജുമാടെ സമയത്ത് നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരു ചാണകസംഖ്യ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവൻ പറയുവാണ് ഇതൊരു മുസ്ലിം ആണ് ക്രിയേറ്റ് ചെയ്തതെന്ന്. അപ്പൊ ഒരു സംഖ്യയാണ് പറയുന്നത് നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന്. അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പേരായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ്.
അതിനെ നമ്മുടെ അൻസാരി ഉസ്താദ് കൈയോടെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം അത് ചർച്ച ചെയ്തിട്ട് അൻസാരി ഉസ്താദിന്റെ ആ വീഡിയോയിലേക്ക് പോവാം. അതായത് അൻസാരി ഉസ്താദ് ഒരു കുടുംബത്തിനെ, ഹൈന്ദവ കുടുംബത്തിനെ സഹായിക്കുന്നുണ്ടല്ലോ, ആ വീഡിയോയിലേക്ക് പോവാം. എടാ പൊന്നുമക്കളെ, നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഭീഷണി. നമസ്കാരം, ശ്രീജറായാണ്. ഈ വീഡിയോ ഒന്ന് അത് നിങ്ങൾ കണ്ടു നോക്ക്. എടാ നായിന്റെ മോനെ, നരേന്ദ്രമോദിയെ മൈര എന്റെ തല അറക്കടാ, കള്ള കൊലയാടി മോനെ, എന്റെ തല വെട്ടടാ, വെള്ളിയാഴ്ച ദിവസം എന്റെ തല വെട്ടിരിക്കടാ നായിന്റെ മോനെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ പോകാന്ന് വിചാരിക്കുമ്പോ ഇതുപോലെയുള്ള ഓരോ സംഖ്യകൾ വന്നിട്ട് വീഡിയോ ചെയ്യുകയാണ്. നരേന്ദ്രമോദിയുടെ തല ഇറക്കുമെന്നാണ് ഈ മെനകെട്ട മറ്റേ ഉണ്ടായവൻ പറയണത്. നമുക്ക് എല്ലാരും കേൾക്കാല. അതും വെള്ളിയാഴ്ച ഇറക്കുമെന്ന്. അങ്ങനെ വെള്ളിയാഴ്ചയുള്ള പ്രത്യേകത ഉണ്ട്. അങ്ങനെ ആ പ്രത്യേകത അറിയണവരുണ്ടെന്ന് കമന്റ്. വെള്ളിയാഴ്ച പ്രത്യേകത ഉണ്ട്. വെള്ളിയാഴ്ച ആലോചിക്കണം, വെള്ളിയാഴ്ച മുസ്ലിമീങ്ങൾക്ക് ജുമാ പ്രാർത്ഥന ഉള്ളതാ. ഉറപ്പായിട്ടും അവനൊരു കോയായിരിക്കും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ തല വിട്ടു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അവനൊരു കോയായിരിക്കും, നിസ്സംശയം. അവൻ കോയാണ്, അവനെ പൂട്ടണം. ചെറിയ ചേട്ടനൊപ്പം ഞാനുണ്ട്. അവനൊരു മുറിയനായിരിക്കും, ഫുള്ളുള്ളവനല്ല, ചെത്തിയവൻ തന്നെ ആയിരിക്കും. പൂട്ടണം, അവനെ പൂട്ടണം. ഞാനുണ്ട് ഒപ്പം. ബാക്കി പറയണം. അതോടൊപ്പം ഈ നരേന്ദ്രമോദിനെ കൊല്ലും, അറക്കും, തലറക്കും എന്ന് പറഞ്ഞ അവന്റെ അഡ്രസ്, അവനെ തിരിച്ചറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സ് ഒന്ന് ഇടണം. അവനെ തിരിച്ചറിയട്ടാ, കമന്റ് ബോക്സ് ഇടുന്നുണ്ടാ. എനിക്കറിയാം, സത്യം കേട്ടു. പരപ്പനങ്ങാടിക്കാരൻ മിഥുന, എനിക്കറിയാം ചേട്ടാ. അവനെ പൊക്കി, ആ മുറിയനാണെന്ന് വിചാരിച്ച് അവന്റെ മുണ്ടങ്ങോട്ട് പൊക്കി നോക്കിയപ്പോഴേക്കും ദേ കിടക്കുന്നു. കുറിക്കാത്തതാ. മിഥുനാണ്. പോസ്റ്റ് നോക്കിയോ. എന്നതാവം ചെയ്തനി യശോദാ, എന്നതാവം ചെയ്തനി. എത്ര സ്വപ്നങ്ങളാണ്, എത്ര കാഴ്ചപ്പാടുകളാണ്, എത്ര പ്രതീക്ഷകളാണ് അസ്തമിച്ചു പോയത്. ജനൻ ടി വിയിലെ എടുത്തിട്ട് അലക്കി മറിച്ച് കളയേണ്ട ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എല്ലാം നശിപ്പിച്ച്. എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, എന്തെല്ലാം മോഹങ്ങളാണെന്നോ. ആരിഫിനെ കൂട്ടേണം, ജനൻ ടിവിയിൽ പോകേണോ. ആരിഫിനെ കൂട്ടേണോ, ജനൻ ടിവിയിൽ പോകേണം. ജാമിദയെ കെട്ടിയെടുക്കണം. ആകെ 3G, പിന്നെ 4G, പിന്നെ 3G. അവരൊരു വീഡിയോ കണ്ടു. അതായത് അയ്യോ സുഡാപ്പിയെല്ലാം മിഥുനാണ്, അങ്ങനെ പരപ്പനങ്ങാടിയ മിഥുനാണ്. ഇത് ഏത് ദേശിന്റെ മോനാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടില്ല. വിചാരിച്ചവരെ നടന്നില്ലല്ലേ. താടി, പരപ്പനങ്ങാടി, മലപ്പുറം ഒക്കെ ആയപ്പോ എന്താ വിചാരിച്ച്? കോയാണെന്നല്ലേ. തൂക്കി ചുവന്ന കരങ്ങളോട് തൂക്കി. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പ്രധാനമന്ത്രി അങ്ങേര് ഏത് പാർട്ടി ആവട്ടെ, എന്തായിക്കോട്ടെ, പക്ഷെ നമ്മുടെ നാട് ഭരിക്കുന്ന മന്ത്രിയാണത്. ഇങ്ങനെ സംസാരിക്കാൻ ആ ചാണക സംഖ്യക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അവനൊരു മുസ്ലിം ആയിരുന്നെങ്കിലോ? എന്തോ ആയിക്കോട്ടെ, അവൻ മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ഇത് ഇറക്കിയത് ആരാണെങ്കിലും പുറം ലോകം കാണത്തില്ലല്ലോ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. അൻസാരി ഉസ്താദ് പാവങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. അതുപോലെ അമിഷ ചെയ്യുന്ന വൃത്തികേടുകളെ പറ്റി ഒരു യുവതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതും ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വെക്കുന്നുണ്ട്. അപ്പോ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ കബീർ ബാക്കവി ഉസ്താദും അതുപോലെ തന്നെ മറ്റൊരു ഉസ്താദും ഹൈന്ദവ അമ്പലങ്ങളിൽ പാടുന്ന പാട്ട് പാടി ഇവര് രംഗത്ത് വന്നിട്ടുണ്ട്. അതും പ്ലേ ചെയ്തു തരാം. ആദ്യം നമുക്ക് അൻസാരി ഉസ്താദ് പാവങ്ങളെ സഹായിക്കുന്ന ആ ഒരു വീഡിയോ, അതായത് ഹിന്ദു ആയിട്ടുള്ള ഒരു കുടുംബത്തെ സഹായിക്കുന്ന ഒരു വീഡിയോ, അതൊന്ന് കണ്ടിട്ട് വാ. മോൻ എങ്ങനെയെങ്കിലും ഉസ്താദ് ഈ കാലൊന്ന് പിടിപ്പിച്ചു കൊടുത്ത് എൻ്റെ മകൻ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ എനിക്ക് ഓടി ആഴ്ച വന്ന് എൻ്റെ മകനെ നോക്കാനുള്ള നിവർത്തിയില്ല. ലോകം മൊത്തം ഞങ്ങൾക്ക് കടമുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ മകന് കാല് പിടിപ്പിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും വലിയത്, ഞങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഉസ്താദാണ് ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കണം. ദൈവം അഴച്ച ഒരാളാണെന്നാണ് ഞങ്ങൾ കണക്കാക്കിയേക്കണം. നിങ്ങൾ കണ്ടില്ലേ, സുജിത്തിന്റെ കാല് മുറിച്ചു പോയതാ. അപ്പൊ സുജിത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം. 2 വയസ്സുള്ള കുഞ്ഞാണ് സുജിത്തിനുള്ളത്. അതിനെ ഒന്ന് സ്വന്തം ആരോഗ്യത്തോടുകൂടി എടുക്കാൻ പോലും സുജിത്തിന് വയ്യ. സുജിത്ത് എന്നോട് വിട്ട വോയിസ് ഒക്കെ പലപ്പോഴും നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്, പലരും കേട്ടിട്ടുള്ളതാണ്. വളരെ നിസ്സഹായമായ അവസ്ഥയാണ്. അവന് വേറെ മാർഗങ്ങളൊന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ. അപ്പം സുജിത്തിനൊരു വേറൊന്നും വേണ്ട, ഒരു കാല് പിടിപ്പിക്കുന്നുണ്ട്, എപ്പോഴും. കാരണം അവൻ എൻ്റെ പ്രായമാണ്. എനിക്ക് 3 മക്കളാണ്. അപ്പൊ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്ന, ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്നതാണ്. അപ്പൊ അവന്റെ അവസ്ഥ ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസമാണ്. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു വരുവാണ്. ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അൻസാരി ഉസ്താദ് വലിയൊരു തീവ്രവാദിയാണ്. അൻസാരി ഉസ്താദ് വലിയൊരു മതവർഗീയവാദിയാണ് എന്നൊക്കെ പറയുന്നവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയാണ്?
ഒരിത്തിരി ഒരു അംശമെങ്കിലും വർഗീയത മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഉസ്താദ് ചെയ്യുമോ? വർഗീയത എന്ന് പറയുമ്പോൾ അന്യമതസ്ഥരെ കണ്ണിന് കാണാൻ പറ്റത്തില്ല, അത്രയും ദേഷ്യമായിരിക്കും അവരോട്. അന്യമതസ്ഥരെ ഒന്ന് കൊല്ലാൻ തോന്നുന്ന രീതിയിലുള്ള ദേഷ്യം ഉണ്ടാവുക, അതാണ് വർഗീയത. അതിന്റെ ഒരു അംശം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ ഉസ്താദ് ഇങ്ങനെ ചെയ്യുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ശശികലയെ പോലെ ഉള്ള ഒരാള് എന്തെങ്കിലും ഒരു ചെറിയ നന്മയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ അന്യമതസ്ഥരെ ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടു നോക്കിക്കേ, ഈ അൻസാരി ഉസ്താദ് ചെയ്യുന്ന അന്യ ഒരു മതസ്ഥനെയാണ് സഹായിക്കാൻ ചെന്നത്. ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകത്തില്ല അദ്ദേഹം ഒരു നന്മയുള്ള മനുഷ്യനാണെന്ന്. ഇതൊക്കെ കാണുമ്പോ എത്ര പേരാണ് വർഗീയതയിൽ നിന്ന് മുക്തിയാവുന്നത്? ബാക്കി കൂടെ കാണാം. പറയാനുള്ളത്, ഞാൻ ഇതുപോലെ ആശുപത്രി കിടന്ന സമയത്ത് ഉസ്താദ് എൻ്റെ ഒരു വീഡിയോ കൊണ്ടാണ് ഉസ്താദിന് എന്നെ സഹായിക്കാൻ സാധിച്ച്, അങ്ങനെയാണ് എൻ്റെ ജീവൻ കിട്ടിയത് തന്നെ. ഇപ്പം അത് ആ ജീവൻ കിട്ടിയതിൻ്റെ ആ സമയത്ത് എൻ്റെ കാലും മുറിച്ച് കളഞ്ഞ് ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ജോലിക്ക് പോകണമെങ്കിലും കുഞ്ഞിനെയൊക്കെ നോക്കണമെങ്കിലും അത് കാല് വെക്കുന്നതിന് നല്ലൊരു തുകയാകുമെന്നാണ് പറയണത്. ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കാൻ പറ്റൂല, കാരണം ഒരുപാട് പൈസ ഹോസ്പിറ്റലുമായി. വിഷമിക്കാൻ നമുക്ക് മാർഗം ഉണ്ടാക്കാം. അപ്പോൾ സുജിത്തെ, എനിക്ക് ഏറ്റവും സുജിത്തിന്റെ വാക്കിൽ എന്നെ ആകർഷണം മറ്റൊരു കാര്യം, സുജിത്തിന് എല്ലാ കാലത്തും നമ്മളിങ്ങനെ സഹായിച്ച് ജീവിക്കണം എന്നുള്ളതുകൊണ്ടല്ല. അവനിക്കിപ്പോൾ കണ്ടില്ലേ അവൻ്റെ കാലിൻ്റെ അവസ്ഥ ഇതാണ് അവൻ്റെ കാലിൻ്റെ അവസ്ഥ. അപ്പം അവനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം. അപ്പം ഒരു വെപ്പുകാലിൽ നിന്നുകൊണ്ട് അവൻ ഈ കുടുംബത്തെ പോറ്റാൻ ആഗ്രഹിച്ചിട്ടാണ് അവൻ നമ്മുടെ മുമ്പിൽ ഇത് പറയുന്നത്. അപ്പം നമ്മളെല്ലാം കൂടെ സഹായിച്ചു കൊടുക്കുകയാണെങ്കിൽ, എല്ലാ കാലത്തും നമ്മുടെ സഹായം കൊണ്ട് അവർക്ക് ജീവിക്കാനല്ല ആഗ്രഹം. ഇപ്പോൾ ഒന്ന് സഹായിച്ചു കൊടുത്താൽ അവന് കുടുംബം സന്തോഷമായിട്ട് പോകും. താഴെ കാണുന്ന QR കോഡിൽ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്നത് 10 രൂപ എങ്കിലും തരിക. പലതുള്ളി പെരുവെള്ളം നമ്മളെല്ലാം കൂടെ ചേർന്ന് നിന്നാൽ അവനൊരു ജീവിതം ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന സംഭാവനകൾ സ്വതക്ക കൊണ്ട് പടച്ചു നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം കണ്ടല്ലോ, ഉസ്താദിനെ ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പറയുകയാണ്. ഉസ്താദിനെ പോലുള്ള ഒരുപാട് പേര് രംഗത്ത് വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് പേര് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയോ ജീവിതങ്ങളാണ് രക്ഷപ്പെട്ടു പോകുന്നത്. നിങ്ങളൊന്ന്, ഞാനൊരു കാര്യം പറയുകയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോന്ന് അറിയത്തില്ല. ഇതുപോലുള്ള ഒരു സ്കാനർ വരുമ്പോഴത്തേക്കും അത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു 50 രൂപയെങ്കിൽ 50 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ ഉള്ളത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ നല്ലതാണെന്നറിയോ, എത്രയോ പുണ്യം കിട്ടുമെന്നറിയോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. അമിത്ഷാ കാണിക്കുന്ന വൃത്തികേടുകളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു യുവതി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രൊട്ടസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം, അതായത് നമ്മുടെ ശ്രീ അമിത്ഷാ, ഇനിയും ഉത്തരം നൽകാതെ ഒഴിവാകാൻ പാടില്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ തിങ്കളാഴ്ച നടന്ന ക്രൂരമായ അതിക്രമം ക്രമസമാധാന പരിപാലനമായിരുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഭരണകൂട പിന്തുണയോടുകൂടി നടന്ന ഒരു അടിച്ചമർത്തലായിരുന്നു. അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡൽഹി പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവരല്ല. അവർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മർദ്ദനത്തിന്റെയും, പ്രയോഗിച്ച ഓരോ വെടിയുണ്ടയുടെയും, ലംഘിക്കപ്പെട്ട ഓരോ നിയമത്തിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായ്ക്ക് തന്നെയാണ്. വ്യക്തമായ തെളിവുകളും രാജ്യവ്യാപകമായ പ്രതിഷേധവും ഉയർന്നിട്ടും ആഭ്യന്തര മന്ത്രാലയം പൂർണ്ണ മൗനത്തിലാണ്. ഉത്തരം ലഭിക്കാത്ത ആ ചോദ്യങ്ങൾ ഞാൻ പറയാം. 1. അതിക്രമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധാരണയായി ഉപയോഗിക്കാറുള്ള വാട്ടർ പീരങ്കികൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാതിരുന്നത്? 2. നിരായുധരായ വിദ്യാർത്ഥികൾക്കെതിരെ ആണികൾ തറച്ച ലാത്തികൾ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്? ഇത്തരം മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ ആരാണ് അനുമതി നൽകിയത്? 3. പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കാൻ ഉത്തരവിട്ടത് ആരാണ്? 4. വിദ്യാർത്ഥിനികളെ പുരുഷ പോലീസുകാർ മർദ്ദിക്കുന്നത് ഉൾപ്പെടെയുള്ള അനുപാതരഹിതമായ അമിത ബലപ്രയോഗം നടത്തിയത് എന്തുകൊണ്ടാണ്? 5. യൂണിഫോം ധരിച്ച പോലീസുകാർക്കൊപ്പം ലാത്തികളുമായി വിദ്യാർത്ഥികളെ മർദ്ദിച്ച സാധാരണ വേഷത്തിലുള്ള ആ അജ്ഞാതരായ വ്യക്തികൾ ആരായിരുന്നു? 6. അടിസ്ഥാന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഭൂരിഭാഗം പോലീസുകാരും പേര് വ്യക്തമാക്കുന്ന നെയിം ബാഡ്ജുകൾ ധരിക്കാതിരുന്നത് എന്തുകൊണ്ട്? 7. ഒരു സ്ത്രീയെ മർദ്ദിക്കുന്നത് ക്യാമറയിൽ പതിഞ്ഞ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെതിരെ എന്തെല്ലാം കർശന നടപടികളാണ് സ്വീകരിച്ചത്? 8. ആ ദിവസം എത്ര കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചു? അത് ഏതെല്ലാം സ്ഥലങ്ങളിലായിരുന്നു? 9. പ്രതിഷേധക്കാരെ അപകടത്തിലാക്കാൻ പോലീസ് ബാരിക്കേഡുകളിൽ വൈദ്യുതി പ്രവാഹം ഏർപ്പെടുത്തിയിരുന്നോ? 10. എത്ര പേരെയാണ് തടങ്കലിൽ വെച്ചിരിക്കുന്നത്? ഏത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്? അവർ ഇപ്പോൾ എവിടെയാണ്? 11. പോലീസിന്റെ ഈ അതിക്രമങ്ങളെ കുറിച്ച് വകുപ്പ് തല അന്വേഷണമോ മജിസ്ട്രേറ്റ് തല അന്വേഷണമോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? 12. സംഭവം നടന്ന ഇത്രയും ദിവസമായിട്ടും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടാണ് ഔദ്യോഗിക പ്രതികരണം വരാത്തത്? 13. എന്തുകൊണ്ടാണ് ബീഹാറിൽ കുട്ടികൾക്ക് നേരെ പ്രൊട്ടസ്റ്റിന് സമയത്ത് വെടിയുതിർത്തത്? ഇനിയുമുണ്ട് ചോദ്യങ്ങൾ അധികം. രാജ്യ തലസ്ഥാനത്ത് സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ആണി തറച്ച ലാത്തികളും പെല്ലറ്റ് തോക്കുകളും അജ്ഞാതരായ ഗുണ്ടകളെയും ഉപയോഗിച്ച് നേരിടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ചെന്നെത്തുന്നത് ഒരൊറ്റ ആളിലേക്കാണ്. ആ ചോദ്യങ്ങൾക്ക് വിദ്യാർത്ഥികളോടും ഈ രാജ്യത്തോടും ഉത്തരം പറയാൻ അമിത്ഷാ ബാധ്യസ്ഥനാണ്. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് ഇതാണ്, എന്തുകൊണ്ട് അമിത്ഷാ ഉത്തരം കൊടുക്കുന്നില്ല? അപ്പൊ എന്തായാലും ആ ഡൽഹിയിൽ സമരം നടത്തിയ ആ ഒരു സമരത്തിന് നീതി കിട്ടണം. ഓൾറെഡി നീതി കിട്ടി, എന്നാലും ഇനിയും കുറച്ചുകൂടെ കിട്ടാൻ ബാക്കിയുണ്ട്. അപ്പൊ കബീർ ബഖവി ഉസ്താദും വേറൊരു ഉസ്താദും കൂടെ ഹൈന്ദവരൊക്കെ പാടുന്ന ഒരു പാട്ട് പാടുന്നുണ്ട്. ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. അത് നല്ലൊരു വൈറലായിട്ടുള്ള ഒരു ഇതാണ്. അതെന്തായാലും ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ്
ഓം അസതോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. ഓം അസതോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഓംകാര പ്രാർത്ഥന നിർവഹിക്കുന്നവർ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണേ ഈശ്വര. ആ പ്രാർത്ഥന നിർവഹിക്കാൻ അവര് കാണുന്ന അലാറവും വെക്കണ്ട, ആരും വിളിച്ചു നിർത്തണ്ട. പള്ളിയുടെ സുബയുടെ വാങ്ങ് കേട്ട ഹിന്ദുക്കൾക്കറിയാം പ്രഭാത പ്രാർത്ഥനയ്ക്ക് സമയമായി. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്തിതം. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത പ്രൈലോഹ്യം മംഗളം ഗുരു കമലാകുജ തിന്ദിന കുങ്കുമതോ നിയതാതുനി താതുല നീലതനോ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇത്? ഇവിടെ പ്രഭാതത്തിൽ കേൾക്കാം. സന്ധ്യയാകുമ്പോ ഒരുപാട് രാമ 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 പാകിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാകിമ. സന്ധ്യാനാമ ജപമാണത്. കുറയേണ്ടത് ഏതാണ്ട് ഒരു 10-80 വരെയുള്ളൂ. മുഴുവൻ കാണാറിയാം. എല്ലാം പഠിക്കണം മനുഷ്യന്മാരെ, എന്നാലേ മനുഷ്യനാവാൻ പറ്റൂ. നമ്മൾ ഈ ഒന്നീ മാത്രം കിടന്ന് കറക്കണോണ്ട് നമ്മൾ കണ്ടില്ലേ, ഇതാണ് കേരളം. നമ്മള് മതങ്ങളെല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുക. എന്തിനാണ് ഈ വഴക്കിനൊക്കെ പോകുന്നത്? തമ്മി തല്ലി സ്വന്തം കുടുംബത്തെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകേണ്ടവരല്ലേ? അതൊന്ന് ആലോചിക്കും. ഓരോ നിമിഷവും ഓരോരുത്തരെ കൊല്ലാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങി, അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈരാഗ്യം ഒക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെ രക്ഷപ്പെടാനാണ്? സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയാം, നമുക്ക് കിട്ടിയ ഒരു നല്ല അടിപൊളി ഒരു ലൈഫാണ്, അത് നല്ലൊരു ജീവിതമാണ്. അത് നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ചു തീർക്കാൻ നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഒരു വാക്കുകൾ ശരിയാണോ എന്നുള്ള ഒരു പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അപ്പം എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ